എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊമ്പൻ ചെല്ലി എങ്ങനെയാണ് നമ്മളുടെ പറമ്പിലൊക്കെ വരുന്നത്, അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അതായത് അത് മുട്ടയിട്ടതിന് ശേഷം അത് വലുതായി വരുന്ന ആ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളുടെ ചാണകക്കുഴി, അതുപോലെ വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലം, ഇപ്പോൾ നമ്മളുടെ വന്നിട്ട് വളം മൂടിയിട്ടിരുന്ന സ്ഥലമാണ്, കോഴിവളം. അപ്പോൾ അതിൽ നിന്നും കിട്ടിയതാണ് ഈ പറഞ്ഞ ഈ ചാണകപ്പുഴു എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ കൊമ്പൻ ചെല്ലിയായിട്ട് വരുന്നത്. ഇതിൻ്റെ അടുത്ത ഘട്ടമാണ് ഈ കാണുന്നത്. അതായത് ഈ ഒരു ലെവലിൽ വേണ്ട, ശരിക്കും ഇത് ഒരു തവിട്ട് ഒരു ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത്, റെഡിലേക്ക് വന്നിട്ടില്ല. വേണ്ട, ഇനി ഇത് കുറച്ചുകൂടി ഇതിൻ്റെയൊക്കെ ചിറകൊക്കെ വെച്ച് ഈ ഒരു ലെവലിൽ വരും. ഇതിപ്പോൾ കൊന്നതാണ് ഇതിനെ. അപ്പോൾ നമ്മളുടെ ഈ വേസ്റ്റ് കുഴി അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ പരമാവധി ഇതുപോലത്തെ സാധനത്തിനെ കാണാണെങ്കിൽ അത് നശിപ്പിച്ച് കളയാനായിട്ട് നോക്കുക. അല്ല, ഇത് ഒരുപാടുണ്ട്. ഇതിനെല്ലാത്തിനെയും നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ നമ്മളുടെ തെങ്ങുകളൊക്കെ കുത്തി നശിപ്പിച്ച് കളയും. ഇതതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്താൻ പോകുന്ന സിറ്റുവേഷനായി കാണുന്നു. ഇതെല്ലാം നമ്മുടെ കുഴിയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയതാണ്. നമ്മളിപ്പോൾ ഈ ചാണകപ്പുഴുവിനെയൊക്കെ കണ്ടു. അപ്പോൾ അത് പരമാവധി ഇതുപോലെ നമ്മൾ വേസ്റ്റുകൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ കൊമ്പൻ ചെല്ലി വന്ന് മുട്ടയിടുന്നത്. അപ്പോൾ ഈ കൊമ്പൻ ചെല്ലി മുട്ടയിട്ട് ചാണകപ്പുഴുവാകും. ആ സ്റ്റേജിൽ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയാം. കൂടുതലായിട്ട് അതിൻ്റെ ഒരു കൊമ്പൻ ചെല്ലി ആയതിനു ശേഷം, തെങ്ങിൻ്റെ മുകളിൽ കയറിയതിന് ശേഷം നമ്മൾ മരുന്നൊഴിച്ച് നശിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവർത്തികമല്ല. അത് ഭയങ്കര റിസ്ക്കിയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി, അതായത് വളത്തിൻ്റെ കുഴിയിൽ നിന്നും ഒരു 10-200 ചാണകപ്പുഴുവിനെയാണ് കിട്ടിയത്. ചാണകപ്പുഴു എന്ന് വെച്ചാൽ കൊമ്പൻ ചെല്ലിയുടെ പുഴു രൂപത്തിലുള്ള സംഭവത്തിനെ കിട്ടിയത്. അതിൻ്റെ 2-3 സ്റ്റേജുള്ളതിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ തന്നെ പൊളിക്കുന്ന കാരണം നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇതിന് നശിപ്പിച്ച് കളയും. ഇത് ഒരു മാസം കൂടി, ഒരു മാസം വേണ്ട, ഒരു 10-25 ദിവസം, ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം, ഈ ചാണകപ്പുഴു എല്ലാം നമ്മുടെ കൊമ്പൻ ചെല്ലിയായി മാറും. അത് കംപ്ലീറ്റ് പറന്ന് പോയി കാണുന്ന തെങ്ങുകളൊക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മളുടെ പറമ്പിൽ, നമ്മളുടെ സ്ഥലങ്ങളിലുള്ള വേസ്റ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കമ്പോസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ ചാണകക്കുഴിയിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി മുൻകരുതലായിട്ട് വേണമെങ്കിൽ കുറച്ച് വേപ്പെണ്ണ കഷായം, അതായത് വേപ്പെണ്ണയും വെളുത്തുള്ളി പുകയിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കഷായം എടുത്ത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറേയൊക്കെ നശിച്ചു പോകും. എന്നിരുന്നാലും പൂർണ്ണമായി നശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഇതുപോലെയുള്ള വേസ്റ്റുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇടയ്ക്കൊന്ന് മറച്ച് തിരിച്ചൊക്കെ ഇട്ട് നോക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കാണുകയാണെങ്കിൽ അതേപടി നശിപ്പിച്ച് കളയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.